ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കിനെ പറ്റിയുള്ള ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ്. അപ്പോൾ ഈ ബുക്കിനെ പറ്റി ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്കിനെ പറ്റിയുള്ള ഒരു റിവ്യൂ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തർക്കും കുറച്ച് നല്ല ഹാബിറ്റ്സും കാണും, കുറച്ച് മോശം ഹാബിറ്റ്സും കാണും. അപ്പോൾ ഈ ബുക്കിൽ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നല്ല ഹാബിറ്റ്സിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും നമ്മുടെ മോശം ബാഡ് ഹാബിറ്റ്സിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നും ഉള്ളതിനെ പറ്റിയാണ് ഈ ബുക്കിൽ സംസാരിക്കുന്നത്. ഇതിൽ നമ്മുടെ ഗുഡ് ഹാബിറ്റ്സിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാം എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് ടിപ്സ് ആണ് ഈ ബുക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബുക്ക് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നുള്ള കുറേ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ബുക്കിൽ ഓരോ എക്സ്പ്ലനേഷനും തന്നേക്കുന്നത്. ഓരോ ഹാബിറ്റ്സിനെ പറ്റിയും അല്ലെങ്കിൽ ഓരോ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ടിപ്സ് എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മളെ ഡെയിലി ലൈഫിൽ നിന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതിൽ ഓഥർ ഇതിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിത് കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ് ഈ ചേഞ്ചസ് വരുത്താനായിട്ട്. നമുക്കിതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും പോസിബിൾ ആണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഓഥർ ഇതിൽ ബുക്കിൽ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ ലാംഗ്വേജ് വളരെ സിമ്പിൾ ആണ്. ഈവൻ ഒരു ബിഗിനറിന്, അതായത് പുതുതായിട്ട് റീഡിങ്ങിലോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നവർക്ക് പോലും ഈ ബുക്ക് വളരെ ഈസി ആയിരിക്കും വായിക്കാനായിട്ട്. പിന്നെ ഇനി ഈ ബുക്കിന്റെ മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈനി ചേഞ്ചസ്, അതായത് നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വരുത്തുന്ന ടൈനി ചേഞ്ചസ്, ചെറിയ ചേഞ്ചസ് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഒരു ഏറ്റവും നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനാണ് ഈ ബുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് നമുക്ക് ഡെയിലി ലൈഫിലോട്ട് അത് കൊണ്ടുവരാൻ കഴിയുമെന്നല്ല പറയുന്നത്. നമ്മൾ ടൈനി കുഞ്ഞു ചേഞ്ചസ് വരുത്തിക്കൊണ്ട് എങ്ങനെ അത് ലാസ്റ്റ് ചെയ്യിക്കാം, നമ്മുടെ ലൈഫ് ലോങ് എങ്ങനെ ഈ ഹാബിറ്റ്സ് ലാസ്റ്റ് ചെയ്യിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല ടൈനി ചേഞ്ചസ് എന്ന്, അതായത് നമ്മൾ കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ അത് നമ്മുടെ ലൈഫിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എങ്ങനെ നമുക്കത് നമ്മുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ബുക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെ ഒരു ഗുഡ് ഹാബിറ്റ് നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിനെ പറ്റി. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഹാബിറ്റ്, നമ്മുടെ നല്ല ശീലങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യിക്കാമെന്നും എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യിക്കാമെന്നും, നമ്മുടെ ഈ ഗുഡ് ഹാബിറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നതിലും വളർത്തുന്നതിലും നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവർ എങ്ങനെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയും, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഈ ബുക്ക് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് റീഡ് ബുക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. മസ്റ്റ് റീഡ് ബുക്കായിട്ട് ഞാൻ പറയുന്നില്ല. എനിക്കിത് കുറച്ച് ഓവർ ഹൈപ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും എല്ലാവർക്കും വൺ ടൈം ഈ ബുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മസ്റ്റ് റീഡായിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ടീനേജേഴ്സിനും അഡൾട്ട്സിനും കുട്ടികൾക്കും എല്ലാവർക്കും വായിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞില്ല, ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. അപ്പോൾ ഇതിനങ്ങനെ ഈ ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് ഇത് വായിക്കാവുള്ളൂ, അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. ടീനേജേഴ്സിനും അഡൾട്ട്സിനും കുട്ടികൾക്കും എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. പിന്നെ ഇതിലെ ലാംഗ്വേജ് ഒക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ബിഗിനേഴ്സിനും ഇത് വായിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് ഫ്ലോ ചാർട്ട്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് കുറച്ചുകൂടിയൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഫ്ലോ ചാർട്ട്സ്, ഡയഗ്രാംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും എൻഡിൽ ഇവരൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ലോ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ്, ഇവിടെ ലോസ് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾസ്, പിന്നെ ഇതുപോലെ എങ്ങനെ നമുക്ക് ഗുഡ് ഹാബിറ്റിനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ബാഡ് ഹാബിറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിക്ക ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് ഇതുപോലെയും കാണാൻ കഴിയും. പിന്നെ എൻ്റെ ഈ ബുക്കിൻ്റെ ഈ പ്രിൻറ്റിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് ബുക്കായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വൺ ടൈം ഈ ബുക്ക് വായിച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബുക്ക് റെക്കമെൻഡേഷൻ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസ് കണ്ടു നോക്കി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.